ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേനയുടെ ക്യാപ്പൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെയുള്ള ക്യാപ്പുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി യൂസേജ് ഉണ്ട്. ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്പ്, നമ്മുടെ അണ്ടർ സ്കേർട്ട് അതല്ലെങ്കിൽ പാൻറ്റിൻ്റെയൊക്കെ വള്ളി ഇതേപോലെ ഉള്ളിലേക്ക് പോവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തേക്ക് എടുക്കാനായിട്ട് സേഫ്റ്റി പിന്നൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള ഒരു പേനയുടെ ക്യാപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വള്ളി കോർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പിൻ്റെ ഉള്ളിലൂടെ പാൻറ്റിൻ്റെ വള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു പാൻറ്റിൻ്റെ ഉൾവശത്തേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക, വീണ്ടും ഇതേപോലെ ചുരുട്ടി കൊടുക്കുക. സാധാരണ നമ്മൾ പിന്ന് വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നൊക്കെ നമ്മുടെ കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ ചെയ്തെടുക്കുന്ന അതേ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് കുറച്ചൊരു റിസ്ക് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് അടി വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, തയ്യൽ വരുന്നൊരു ഭാഗം, അവിടെ എത്തുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കോർത്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതിൻ്റെ സെൻറ്റർ സ്റ്റിച്ച് വരുന്ന ഒരു ഭാഗത്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അവിടെ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കോർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി കോർത്തെടുത്ത് വരാം. വളരെ എളുപ്പത്തിൽ കുഞ്ഞു മക്കൾക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. പക്ഷെ നമ്മൾ കിട്ടുന്ന സമയത്ത് ആ ഒരു കെട്ടഴിഞ്ഞു പോരരുത്. അപ്പോൾ ഞാനിത് ആ വള്ളി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടോപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ കെട്ടിയിട്ടുള്ള ആ ഒരു അത് കെട്ടായിട്ട് തന്നെ അവിടെയുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഈ ചുരുണ്ട് കിടക്കുന്ന ഭാഗം ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് വള്ളി നമുക്ക് കയ്യിൽ കിട്ടിയല്ലോ, ഇനി അതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ വള്ളി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അലക്കുന്ന സമയത്തായാലും ആ ഒരു വള്ളി ഉള്ളിലേക്ക് പോകില്ല. ചിലപ്പോൾ നമ്മൾ തിരക്കൊക്കെ പിടിച്ച് എടുക്കുന്ന സമയത്താവും വള്ളിയൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇതുപോലെ നമ്മളൊന്ന് വള്ളിയുടെ രണ്ട് എഡ്ജും ഒന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും വള്ളി ഉള്ളിലേക്ക് പോവില്ല. ആ ഒരു പ്രോബ്ലം നമുക്കവിടെ സോൾവ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടേപ്പാണ്. ഇതുപോലെയുള്ള ഇൻസുലേഷൻ ടേപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് ഒന്നും മെൻഷൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെയുള്ള ഇൻസുലേഷൻ ടേപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് വലിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാട്ടോ ഈ ഒരു എഡ്ജ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള പെന്നിൻ്റെ ഒരു ക്യാപ്പാണ്. ഈ ഒരു ക്യാപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ ഇൻസുലേഷൻ ടേപ്പിൻ്റെ പോയിൻ്റ് കണ്ടെത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുഞ്ഞു മക്കൾക്ക് പോലും ഒട്ടും സംശയമില്ലാതെ ആ ഒരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താനായിട്ട് പറ്റും. മാത്രമല്ല കുറച്ച് സമയം കൂടി നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത്. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാറ്റും മഴയും കാരണം നമ്മൾ ചിക്കിയിട്ടിരിക്കുന്ന തുണിയൊക്കെ കനമില്ലാത്തതൊക്കെ ആണെങ്കിൽ താഴെ വീണ് വീണ്ടും മഴക്കായിട്ട് അലക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ തുണി ചിക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പെൻ ക്യാപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തുണി കാറ്റത്ത് പോലും താഴെ വീഴാതെ ഫ്രഷായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കിയിട്ടിരിക്കുന്ന എല്ലാ തുണിയിലും ഇതേപോലെ ഓരോ പെൻ ക്യാപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്കായാലും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പെൻ ക്യാപ്പ് വെച്ചതിന് ശേഷം കണ്ടോ, ഈ ഒരു മാക്സി ആയാലും ഈ ഒരു തുണി ആയാലും ഞാൻ ഇതേപോലെ ഒന്ന് വലിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തുണി ഒട്ടും അനങ്ങിയിട്ടില്ല കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇതേപോലെ ഒരു പെൻ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പെൻ ക്യാപ്പ് ഡോറിൻ്റെ പിറകിലായിട്ട് ഞാൻ ഇതേപോലെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ സന്ധ്യാസമയങ്ങളിലുള്ള കൊതുക് ശല്യം കാരണം കൊതുക് തിരിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പലപ്പോഴും നമുക്ക് കൊതുക് തിരി വെക്കാനുള്ള സ്റ്റാൻഡ് ഒന്നും ഉണ്ടാവാറില്ല.
അപ്പോൾ അത് ഇതേപോലെ മക്കൾക്ക് കൈ എത്തുന്നതിനേക്കാൾ ദൂരത്തിലായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൊതുകുതിരി വെക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് കത്തി തീരുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ അതിനായിട്ട് ഒരു സ്റ്റാൻഡോ ഒന്നും കരുതേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കത്തിച്ച തിരി ഒഴിവാക്കിയതിന് ശേഷം പിറ്റേ ദിവസവും നമുക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പെൻ ക്യാപ്പൊക്കെ ഇനി ആരും വലിച്ചെറിയാതെ സൂക്ഷിച്ച് വെക്കുക. ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അടുത്ത ടിപ്പ്. നമ്മൾ പ്രതീക്ഷിക്കാതെ വാതിലൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൈ വാതിലിനുള്ളിൽ കുടുങ്ങിയിട്ട് കല്ലിക്കാറൊക്കെ ഉണ്ട് അല്ലേ, അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിന് നമുക്ക് ഇതേപോലെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പെന്നിൻ്റെ ക്യാപ്പ് മാത്രം മതി. ഒരു പെൻ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കണ്ടില്ല ഈ ഒരു ഭാഗത്ത് ഈ ഒരു പെൻ ക്യാപ്പ് നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിതാ ഡോർ അടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ ഡോറ് ക്ലോസ് ആയിട്ടില്ല, നല്ല ഗ്യാപ്പ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അതിനുള്ളിലൂടെ എൻ്റെ കൈ ഈസി ആയിട്ട് എനിക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു പെൻ ക്യാപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കാതെ അടക്കുന്ന സമയത്തായാലും ഡോറ് നന്നായിട്ട് ടൈറ്റായിട്ട് കയ്യിനൊന്നും പരിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഞാൻ ചുമരിൽ 2 പെൻ ക്യാപ്പ് ഇതേപോലെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോയുടെ ഫ്രെയിമിനനുസരിച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോട്ടോ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു സൈഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സൈഡ് ഞാനിതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു ഫോട്ടോ സ്റ്റാൻഡായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. 0 കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.